ഹലോ, ഇന്ന് നമുക്കൊരു ഇയറിങ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു OHP ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ബട്ടൺ ഹൗസിൽ നിന്നോ അതല്ലെങ്കിൽ ക്രാഫ്റ്റ് മെറ്റീരിയലുള്ള ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഒട്ടിക്കാനായിട്ട് നമ്മൾ B7000 ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു OHP ഷീറ്റിൽ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോണുകൾ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റും ഒരു പ്രാവശ്യം കൂടെ ഓരോ സ്റ്റോണായിട്ട് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സ്റ്റഡിൻ്റെ ഭാഗം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള സിൽവർ കളർ സ്റ്റോൺ ലേസ് ആണ്. ഇതിനെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്ലൂവിൻ്റെ അടപ്പ് ആണ് ഉപയോഗിക്കുന്നത്. അടപ്പിനെ ഈ ഒരു രീതിയിൽ നമ്മൾ OHP ഷീറ്റിൽ വെച്ചിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് ചുറ്റായിട്ട് സ്റ്റോൺ ലേസ് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മളൊരു ബോട്ടിലിൻ്റെ അടപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടിക്കോളാം. അതല്ലെങ്കിൽ നമ്മുടെ റൗണ്ട് കുറേ ചെരിഞ്ഞൊക്കെ പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ അടപ്പ് വെച്ചിട്ട് തന്നെ ഇതുപോലെ സ്റ്റോൺ ലേസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ ഇതുപോലെ അങ്ങ് മെല്ലെ പറിച്ചെടുക്കാം കേട്ടോ. സാവധാനത്തിൽ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വളയൊന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ ഉൾഭാഗത്തായിട്ട് വീണ്ടും കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു സിൽവർ കളറുള്ള സ്റ്റോൺ ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പിൽ ഫുള്ളായിട്ട് അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു ഇയറിങ്സ്. ഇനി നമ്മളിതിൻ്റെ ഉൾവശത്തിലൂടെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു സ്റ്റോൺ ലേസിനെ ഒരു പ്രാവശ്യം കൂടെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ റൗണ്ട് ഷേപ്പിലായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള സ്റ്റോണുകളും ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ പുറം ഭാഗത്ത് ഇതുപോലെ പകുതി ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 9 സ്റ്റോണുകൾ ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇയറിങ്സിൻ്റെ താഴെയായിട്ട് വരുന്ന ഭാഗത്ത് മാത്രമാണ് നമ്മൾ ഇതുപോലെ കുറച്ച് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണങ്ങിയതിന് ശേഷം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റോണിനോട് ചേർത്ത് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ഭാഗം നമ്മൾ ഇതുപോലെ ഒരു കത്രിക വെച്ചിട്ട് ആദ്യം ഉള്ളിലേക്ക് കുഴിച്ചിട്ട് പിന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ സെൻറ്റർ ഭാഗത്ത് അതുപോലെ കുറച്ച് പുറത്തേക്ക് കാണുന്നുണ്ട് ആ ഒരു OHP ഷീറ്റിൻ്റെ ഭാഗം. അതിന് നമ്മളൊരു ലൈറ്റർ വെച്ചിട്ട് അതുപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഉരുക്കിയിട്ട് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു ഐപ്പിൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. നമുക്ക് ഇത്രയും നീളത്തിൽ ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ഇയറിങ്ങിൻ്റെ താഴെ വരുന്ന ഭാഗത്ത് ഒട്ടിക്കുന്നുണ്ട്. അതുപോലെ മുകളിൽ സ്റ്റഡ് വരുന്ന ഭാഗത്തും ഇതുപോലെ റൈപ്പിനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പേപ്പർ ക്യാൻവാസിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വശത്ത് അതിനെ കവർ ചെയ്തുകൊണ്ട് ഒട്ടിക്കുന്നുണ്ട്. നമ്മളൊരു ജമ്പറിങ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഭാഗം ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുള്ള 2 പീസിൻ്റെയും ഐപ്പിന്നിൻ്റെ ഭാഗം ഇതുപോലെ ആ ഒരു ജമ്പറിങ്ങിൽ കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇതുപോലെ ഈ ഒരു സ്റ്റഡിൻ്റെ ഭാഗം ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ആ ഒരു മുകൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇയറിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളൂ.